അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ ലൂയി മരിയദാസ്. ഈ ഗാനത്തിലൂടെ നിങ്ങൾ എല്ലാവർക്കും സുപരിചിതനാണല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹം ലഭിക്കുകയുണ്ടായി. ഞാൻ ഒരു അഭിഭാഷകനാകാനുള്ള LLBയുടെ എക്സാം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഈ ദിവസങ്ങളിൽ പാസ്സാവുകയുണ്ടായി. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയം, ഈ വൈദിക ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരു അഭിഭാഷക സേവനത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ഞാൻ ചായോത്ത് സെൻറ്റ് അൽഫോൺസ ദേവാലയത്തിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഞായറാഴ്ച പ്രസംഗം കേട്ടപ്പോൾ അവിടെ ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന തോമസ് സാറ്, കാരിക്കാട്ട് വടക്കതിൽ തോമസ് സാറ് അന്ന് കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല നല്ല പോയിന്റുകളൊക്കെ ഉണ്ട് അതിൽ. അച്ഛന് ഒരു അഭിഭാഷകനാകാനുള്ളൊരു വിളി ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ കുർബാന സമയത്ത് ശക്തമായി തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇടവക വിട്ട് മാറി നിന്ന് പഠിക്കുക എന്നുള്ളതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക എന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ മറ്റൊരു സ്ഥലത്ത് പോയി, ഇപ്പോൾ ഇവിടെ ലോ കോളേജുകളൊന്നും ഇവിടെ അടുത്ത് ഇല്ല, അപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് അത് പഠിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ എന്ന്. അപ്പോൾ സാറിനോട് പറഞ്ഞു, നമുക്കത് പഠിക്കാനൊക്കെ ഉള്ള പല മാർഗങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈനിലൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ആധികാരിക പഠനമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിതിൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയായിട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് തിരിച്ച് 2023 ഒരു നവംബർ മാസത്തിലാണ് കുർബാന കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്ന് അങ്ങനെ വാട്സപ്പിൽ വൈദികരുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഞങ്ങളുടെ അതിരൂപതയിലെ ഒരു അച്ഛനൊരു പോസ്റ്റ്, ഒരു പത്രത്തിലൊരു വാർത്തയാണ് ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ മഞ്ചേശ്വരത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 3 ഇയർ LLB സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കോളേജ് 2022 സ്ഥാപിച്ചതാണ്. അതിൻ്റെ സെക്കൻഡ് ബാച്ചിലേക്ക്, ഒരുപക്ഷെ LLB 3 ഇയറിലെ ആദ്യ പുരോഹിതനും ഞാൻ തന്നെയായിരിക്കും കോളേജിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ച് അന്നത്തെ വികാരി ജനറലായ ജോസഫ് ഒറ്റപ്പുഴക്കൽ അച്ഛനോട് പറഞ്ഞു. അച്ഛനത് പിതാവിനെ കുര്യയൊക്കെ അറിയിച്ചു. അങ്ങനെ എനിക്ക് അനുവാദം ലഭിച്ചു. ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്മിഷനായി മുൻപോട്ട് പോയി. 3 വർഷത്തെ പഠനത്തിന് ശേഷം ഇപ്പോൾ LLB ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ അവിടെ കാണുന്നത് ദൈവജനത്തിലൂടെ തന്നെ എനിക്ക് ദൈവം നൽകിയ ഒരു വിളിയായിട്ടാണ് ഞാൻ ഈ അഭിഭാഷക ശുശ്രൂഷയെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എൻ്റെ അഡ്മിഷൻ കാർഡുകളും പിന്നെ അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റുകളും അതുപോലെ സിലബസുകളൊക്കെ വന്നാൽ ഞാൻ അമ്മയുടെ അടുത്താണ് വയ്ക്കുക. കാരണം ഞാൻ 44 വയസ്സ് എനിക്കുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ 23 വയസ്സൊക്കെ ഉള്ള 24 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഇവരോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു ആദ്യമൊക്കെ. ഞാൻ ഇവിടെ SLS മഞ്ചേശ്വരം ക്യാമ്പസിലെ അധ്യാപികയാണ്. 1 വർഷമായിട്ട് ഇവിടെ ഞാൻ വർക്ക് ചെയ്യാണ്. ഫാദറിൻ്റെ പിന്നെ ജോലിക്ക് ഇടയിൽ ഈ വന്നു പഠിക്കലും അതൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് സ്റ്റഡിയിൽ കാണിക്കേണ്ടത് അതൊരു പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ ഒരു ക്ലാസ് മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സും പിന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്ക് 5:30 പിന്നെ അവിടെ നിന്ന് നീലേശ്വരത്തു നിന്നായിരുന്നു ട്രെയിന്. അപ്പോൾ എനിക്ക് വരേണ്ടത് ശരിക്ക് 6:10 ചെറുവത്തൂർ 7:30 അന്ന് ക്ലാസ് തുടങ്ങും രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ ജപമാലയൊക്കെ ചൊല്ലി ആരാധന നടത്തി
5:15 കുർബാന. ചായത്തെ ദേവജനം ഒത്തിരി സഹകരിച്ചു. അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പിതാവിൻ്റെ അടുത്ത് പരാതി പോയി 5:15 കുർബാനയ്ക്ക്. അപ്പം എല്ലാവരും വന്ന് പറഞ്ഞു ഇങ്ങനെ 5:15 കുർബാന വെക്കുന്ന ഞങ്ങൾക്ക് സൗകര്യം, കാരണം ഡോക്ടേഴ്സ് രാവിലെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് രണ്ടും കൂടി ആകുമല്ലോ, കുർബാന അത് നടപ്പോ, അപ്പം നേരത്തെ ഞങ്ങൾ ഫ്രീ ആകുമല്ലോ എന്ന് ആൾക്കാർ വന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞു. പിന്നീട് അടുത്ത ഒരു ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്കും എനിക്ക് പിതാവ് അഭിനന്ദമാർ ജോസഫ് പാമ്പ്ളാനി പിതാവ്, ഞങ്ങളുടെ പിതാവ്, എനിക്ക് മഞ്ചേശ്വരത്ത് ഈ ഹൊസങ്കടി പള്ളി തന്നു. 3 കിലോമീറ്ററാണ് ഇവിടുന്ന് കോളേജിലേക്കുള്ള അകലം. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് പാകം ചെയ്യുന്നത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മുഴുവനും സ്വന്തമായിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ വരും, ഇവിടുന്ന് ഫുഡ് കഴിക്കും, ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകും, ഉച്ച കഴിഞ്ഞ് ലൈബ്രറി വർക്കുകളൊക്കെ ചെയ്യും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൊസങ്കടി ഇടവകയിലെ കൈക്കാരന്മാരും കോർഡിനേറ്ററും മറ്റ് ഇടവക ജനങ്ങളും, ഞങ്ങളിതൊരു 45 വീടുകൾ മാത്രമുള്ള ചെറിയൊരു ഇടവകയാണ്. ഇത് നമ്മുടെ മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന രൂപതയുടെ അതിർത്തിയിലുള്ള ഒരു ദേവാലയമാണ്. 12 വർഷം മുമ്പാണ് അതിരൂപത ഇവിടെ ഒരു സ്ഥലം വാങ്ങി ദേവാലയം ആരംഭിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ പള്ളി സ്ഥാപിതമായത്. ഏതാണ്ട് 45 കിലോമീറ്റർ ചുറ്റളവ് നമുക്കുണ്ട്. ഒരു വീട്ടിലേക്കുള്ള ഏറ്റവും കൂടിയ ദൂരം 25 കിലോമീറ്ററാണ്. പിന്നെ അതിനുള്ളിലാണ് 45 വീടുകൾ, 7 പഞ്ചായത്തുകൾ ഇവിടെ വരുന്നുണ്ട്, 7 ഭാഷ ഇവിടെ സംസാരിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു പള്ളി കൂടിയാണ് ഹൊസങ്കടി ഉണ്ണിമിശിഹ ദേവാലയം. ഞങ്ങളുടെ അച്ഛനിപ്പോൾ വന്നിട്ട് ഏതാണ്ട് 2 വർഷമായി. അച്ഛൻ വന്നപ്പോൾ മുതൽ അച്ഛന് ഏറ്റവും ഇഷ്ടം പഠനവും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈദികൻ എന്ന നിലയിൽ പള്ളിയിൽ പ്രാർത്ഥിക്കുക, പള്ളിയിലെ ഇടവക്കാരുടെ കാര്യങ്ങളിൽ യാതൊരുവിധ കുറവും വരുത്താതെ അതിനെ പരിപാലിച്ചുകൊണ്ട് പോവുക. ഒരു കാര്യത്തിൽ സമയമില്ല എന്നൊരു പരാതി അച്ഛൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സമയക്കുറവ് കൊണ്ട് അച്ഛൻ ഒരു കാര്യവും ആരുടെയും ചെയ്തു കൊടുക്കാണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ അച്ഛനുണ്ടായിട്ടില്ല. അച്ഛൻ സമയത്തെ അത്ര ഭംഗിയായിട്ടാണ് അച്ഛൻ്റെ സമയത്തെ വിനിയോഗിക്കുന്നത്. അത് അച്ഛനെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അച്ഛൻ ഈ പള്ളിയിലെ കാര്യത്തോടൊപ്പം ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു 100-200 പേർക്ക് തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം നൽകുകയുണ്ടായി. അതേപോലെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ മറ്റു മതസ്ഥർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഒരു അഭിഭാഷക ദൗത്യം ഞാൻ കാണുന്നത് നമ്മുടെ വക്കീലന്മാരണിയുന്ന കോളർ ബാൻഡ് ഉണ്ടല്ലോ, അത് ഒരു 10 കൽപ്പനകളായിട്ടാണ്. ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ, ഒരു കൽപ്പലകത്തിന്റെ ഒരു ഷേപ്പാണല്ലോ അതിന്. അത് ട്രഡീഷണലി ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അത് ദൈവമാണ് ആദ്യമായി നിയമം മനുഷ്യന് കൊടുത്തത്. അപ്പോൾ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ബൈബിൾ ഒരു കയ്യിൽ അടിസ്ഥാന നിയമമായും നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് ജീവിത നിയമമായും ഒക്കെ നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ദൈവ നിയമങ്ങൾക്കെതിരായിട്ട് രാജ്യ നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ നമ്മൾ പോരാളികളാവുക. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ രഞ്ജിത്ത് തോമസ് എന്നുള്ള പേരെങ്ങനെ ഫാദർ ലൂയി മരിയദാസ് എന്നായി എന്ന്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്കൂൾ രേഖകളിലെ പേര് ഇപ്പോഴും രഞ്ജിത്ത് തോമസ് എന്ന് ആണ് ആ പേരുള്ളത്. എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര്. എൻ്റെ മാമുദീസ നാമം ലൂയി എന്നാണ്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്താണ് സംഗീതം കൂടുതലായിട്ട് എനിക്ക് പരിശീലിക്കാനുള്ള അവസരം ലഭിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ആദ്യം ഒരു 2-3 പാട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ച് കാസറ്റുകളിലൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, എൻ്റെതായ ഒരു ആൽബം, 10 പാട്ടുകളുടെ ഒരു ആൽബം പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മാതാവിനോട് ഇങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പാട്ടുകളൊക്കെ എഴുതി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാതാവെ എനിക്ക് പാട്ടുകൾ പുറത്തിറങ്ങാൻ വേണ്ടി പ്രകാശനം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തരാം. അതിന് സാമ്പത്തികമായിട്ടുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ആരും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ അമ്മയോട് ഒരു പ്രാർത്ഥന നിയോഗം വെച്ചു. എൻ്റെ പൗരോഹിത്യത്തോടുകൂടെ ഇങ്ങനെ ഒരു ആൽബം പുറത്തിറങ്ങാൻ സാധിച്ചാൽ ആ ആൽബത്തിൻ്റെ പേരോടുകൂടി അത് അറിയപ്പെടുന്ന ആ പേര് മരിയദാസ് എന്നുള്ള പേര്, അമ്മയുടെ ഒരു പേര് കൂട്ടിയിട്ട് ഒരു പേര് ഞാൻ സ്വീകരിക്കുമെന്നും അത് അതിനോട് ഞാൻ പറയുകയുണ്ടായി. അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുണ്ടായി. അത്ഭുതകരമായ രീതിയിൽ 2008 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ CIDയുടെ
അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി. അതിലാദ്യ ഗാനമായിട്ടാണ് അങ്ങേ തിരുമുറിവുകളിൽ എന്ന നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ പാട്ട്, കെസ്റ്റർ പാടിയ പാട്ട് വന്നത്. അതിൻ്റെ ഓർഡിനേഷൻ്റെ അന്ന് 2008 ഡിസംബർ 31 ആ ഗാനം പുറത്തിറങ്ങുകയും ചെയ്തു. അന്ന് ആ പേര് സ്വീകരിച്ചതാണ്. ഫാദർ ലൂയി മരിയദാസ് എന്ന പേര് അങ്ങനെയാണ് സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പം ഭക്തിഗാനങ്ങളായിട്ടും ദേശഭക്തി ഗാനങ്ങളായിട്ടും കവിതകളായിട്ടും ഒക്കെ 100-ലധികം ഗാനങ്ങൾ ഇപ്പം പുറത്തിറങ്ങാൻ ദൈവം കൃപ തന്നു. എൻ്റെ പൊന്നു കുഞ്ഞേ നീ എത്ര പാപി എന്നാലും യേശുവിൻ സ്നേഹം ക്ഷമിക്കും. ഈ ഗാനത്തിന് ഒത്തിരിയേറെ സ്വീകാര്യത ലഭിച്ചു. അത് ആത്മഹത്യയിലേക്ക് പോയ ഒരു വ്യക്തി പിന്തിരിഞ്ഞു വന്നതിൻ്റെ ഓർമ്മയ്ക്ക് എഴുതിയതാണ്. പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രണയബന്ധത്തിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പ്രാർത്ഥനയിലൂടെയും പ്രത്യേകിച്ച് ഈ ഗാനത്തിൻ്റെ ഒരു പശ്ചാത്തലം അത് അങ്ങനെയാണ്. ഗാനം അവർ തിരിച്ചു വന്നതിൻ്റെ, ജീവിതത്തിലേക്കും ജീവനിലേക്കും തിരിച്ചു വന്നതിൻ്റെ ഓർമ്മയുടെ ഒരു ഗാനമായിട്ടാണ് അത്. എല്ലാവരും അത് തന്നെ സ്വീകരിക്കുകയും ആ പാട്ടിന് ഒത്തിരി സ്വീകാര്യത ലഭിക്കുകയും പലരും അതൊരു സൗഖ്യഗാനമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതും ഞാനിവിടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ തിരുമേനിയുടെ പാട്ടുകൾ സംഗീതം കൊടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പാട്ട്, അതങ്ങനെ എഴുതി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പുറത്തിറക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ കൃപയാൽ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റായിട്ട് ഒരു അസിസ്റ്റന്റ് ടാക്സ് കമ്മീഷണർ ഗോപാലൻ സാർ, 76 വയസ്സ്. പിന്നെ സാറിനെ നോക്കുമ്പോഴായിരുന്നു എനിക്കൊരു ആശ്വാസം. അപ്പോൾ സാറും LLB പിന്നെ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അപ്പോൾ സാറ് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഒരു പിതാവിൻ്റെ സ്ഥാനത്തും ഒപ്പം ഒരു സ്നേഹിതനും പഠിക്കാനൊക്കെ എപ്പോഴും ഒരു പ്രചോദനമൊക്കെ നൽകിയിരുന്നു. മരിയദാസ് അച്ഛൻ എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. എൻ്റെ ജൂനിയറായിട്ടാണ് ഫാദർ മ്യൂസിക് കോളേജിൽ നിന്ന് MA മ്യൂസിക് പാസ്സാകുന്നത്. അതിനുശേഷമാണ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് മഞ്ചേശ്വരം ഞങ്ങൾ ഒന്നിച്ചാണ് ജോയിൻ ചെയ്ത് അങ്ങനെ 3 വർഷം വളരെ അടുത്ത ഒരു ബന്ധം കീപ്പപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ LLB പഠിക്കുന്നതും LLB സബ്ജക്റ്റ് പഠിക്കുന്നതും ഈ 3 വർഷത്തിന് ശേഷം LLB പാസ്സാകുന്നതും. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം എന്നാണ് എല്ലാവരോടും എൻ്റെ ഒരു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയാറുള്ളത്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ കാരണം എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. ഇനി എൻറോൾമെൻറ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ. ഓഗസ്റ്റ് 1-നാണ് ഇപ്പം ഹൈക്കോടതി അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദൈവകൃപയാൽ എൻറോൾ ചെയ്യാൻ സാധിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് ശബ്ദമായിട്ട് മാറുക, നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കുക. പിന്നെ കുടുംബ കോടതിയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ധാരാളം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സുഹൃത്തുക്കളായ പല ജഡ്ജിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാർമാരൊക്കെ എന്നോട് പറഞ്ഞു, ഫാദർ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നിയമം പഠിച്ചതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഉപദേശങ്ങളും അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു 2 വരി പാട്ട് തന്നെയാണ്. എല്ലാം നിന്ദാനമല്ലേ എന്നീശോ, ജീവിതവും നിന്ദാനമല്ലേ, എല്ലാം നിന്ദാനമല്ലേ എന്നീശോ, ജീവിതവും നിന്ദാനമല്ലേ, എൻ്റെ ഗാനവും എൻ്റെ സ്വപ്നവും എൻ്റെ മോഹവും എൻ പ്രതീക്ഷയും എല്ലാം നിന്ദാനമല്ലേ എന്നീശോ, ജീവിതവും നിന്ദാനമല്ലേ.